രാജ്യത്ത് കോവിഡ് ജാഗ്രതാ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. കോവിഡ് കേസുകൾ 2500-ന് മുകളിലെത്തി. കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം 1000 കടന്നു. ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കേരളത്തോട് കേന്ദ്രം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആദിൽ പാലോട് നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. വീണ്ടും ഒരു കോവിഡ് കാലത്തൂടെ നമ്മൾ കടന്നു പോവുകയാണോ? 3 സീസണുകൾ കഴിഞ്ഞ് കോവിഡൊക്കെ ഒന്ന് ഒതുങ്ങിയതായിരുന്നു. ഇപ്പോൾ വീണ്ടും കൂടുതൽ കോവിഡ് കേസുകൾ 2500 കടന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളം എത്രത്തോളം ആശങ്കപ്പെടണം? ജാഗ്രത കൂട്ടണം? ആദിൽ. രാജ്യത്തെ കോവിഡ് വ്യാപനം രൂക്ഷമാണ്. രാജ്യത്തെ ആകെ കണക്കെടുത്താൽ അതിൽ 1/3 കേരളത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുണർത്തുന്ന വിവരം. സാധാരണഗതിയിൽ കൂടുതൽ ഗുരുതരമായ ഒരു വേരിയന്റ് അല്ല എങ്കിൽ പോലും കോവിഡ് വ്യാപനം സംസ്ഥാനത്ത് രൂക്ഷമാണ് എന്ന് കേന്ദ്രം അറിയിക്കുന്നു. രാജ്യത്താകെ 2710 പേർ കോവിഡ് രോഗികളാണ്. ഇതിൽ 1000-ലധികം പേർ കേരളത്തിലാണ് എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. കേരളത്തിൽ ഇതിനോടകം 1147 കോവിഡ് കേസുകൾ, നിലവിൽ ആക്റ്റീവ് കേസുകൾ ഉണ്ട് എന്ന് കേന്ദ്രം അറിയിക്കുകയാണ്. ഇതിനോടകം രാജ്യത്ത് 1170 പേർ കോവിഡ് മുക്തരായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏതായാലും രാജ്യത്ത് ആകെ കോവിഡ് കൂടുന്നു. അതിലെ 1/3 അത് കേരളത്തിലാകുന്നു എന്നുള്ളത് ആശങ്കയുണ്ടെത്തുന്ന കാര്യമാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരള സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്, കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നിലവിലെ കോവിഡ് സാഹചര്യം എന്തൊക്കെയാണെന്ന് ജൂൺ 2-നകം റിപ്പോർട്ട് നൽകണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും കനത്ത ജാഗ്രതയിലേക്ക് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്ന ജാഗ്രത. രാജ്യത്താകെ കോവിഡ് കൂടുന്നു. ഒപ്പം കേരളത്തിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. കോവിഡ് വ്യാപനം രൂക്ഷമാവുകയാണ്. കേരളത്തിനൊപ്പം ഈ രൂപത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളോടും കേന്ദ്രം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സുജയ. ഓക്കെ, ആദിൽ പാലോടാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ കോവിഡ് കേസുകളുടെ എണ്ണം 1000 കടന്നിരിക്കുകയാണ്. ഭയപ്പെടുത്താനല്ല, ജാഗ്രതയോടെ മുന്നോട്ട് പോവുക, ടെസ്റ്റൊക്കെ കൃത്യമായി നടത്തുക. അതോടൊപ്പം തന്നെ വാക്സിനേഷനിലൂടെ കടന്നുപോയവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴും കരുതൽ കൂടെ വേണം.